today evening when we were preparing for this live, ഈ ലൈവിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയം this is a message I got. ഈ സന്ദേശമാണ് എനിക്ക് കിട്ടിയത്. People will be relieved from their stresses, distresses. ആളുകൾ അവരുടെ അഗാധമായ സമ്മർദ്ദത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. Every stress, എല്ലാ സമ്മർദ്ദങ്ങളും, stress in the space where you are working, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സമ്മർദ്ദങ്ങൾ, stress in the place where you work, നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ the stress in the place you built your house, നിങ്ങൾ വീട് വെച്ച സ്ഥലത്തു നിന്നുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ, stress in the family life, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, stress within the financial area, സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ, stress regarding the children, മക്കളെ പറ്റിയുള്ള പ്രശ്നങ്ങളിൽ, all these stresses, എല്ലാ പ്രശ്നങ്ങളുടെ ഞെരുക്കങ്ങളും let it be released ഇപ്പോൾ തന്നെ സൗഖ്യമായി in വിട്ടുമാറട്ടെ. the name of Jesus. യേശുവിന്റെ നാമത്തിൽ I pray ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. in the name of Jesus, യേശുവിന്റെ നാമത്തിൽ you be released from your stresses. നിങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വതന്ത്രരാവട്ടെ. He stressed on the cross. അവൻ കുരിശിൽ ഞെരുക്കം അനുഭവിച്ചത്, He stressed when he was doing his ministry അവൻ അവന്റെ ശുശ്രൂഷയിൽ ഞെരുക്കം അനുഭവിച്ചത് to release you from the stress. ആ ഞെരുക്കത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കാനാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Hallelujah, hallelujah. Oh, the stresses are living now. Praise. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord for some more time. Praise the Lord for some more time. ഹല്ലേലൂയ, ഹല്ലേലൂയ. Every stress be taken away. 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 എല്ലാ ഞെരുക്കങ്ങളും വിട്ടുമാറുന്നു. Small reason I'm getting stressed, brother. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ബ്രദറെ, എനിക്ക് സ്ട്രെസ്ഡ് ആവാനായിട്ട് ഞെരുക്കത്തിലാണ്. In small reasons ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ വളരെ ഞെരുക്കത്തിലാവുന്നു. I'm getting overstressed. ഞാൻ വലിയ ഞെരുക്കത്തിലാവുന്നു. I can't bear this stress anymore. എനിക്ക് ഈ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നില്ല. It's like a blasting on my head, brother. എന്റെ തലയ്ക്കകത്തൊരു വലിയ സ്ഫോടനം പോലാണ്. It's like an explosion in my എന്റെ head. തലയ്ക്കകത്തൊരു വലിയ പൊട്ടിത്തെറിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. I can't bear it anymore. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. Right here, Jesus is relieving you. ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ സ്വതന്ത്രപ്പെടുത്തുകയാണ്. Jesus says, യേശു പറഞ്ഞു, I am distressed ഞാൻ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. until it finish, until it accomplish, until it telestai. അത് നിവർത്തിയാകുവോളം ഞാൻ ഞെരുക്കത്തിലേക്ക് കടന്നു പോകുന്നു. So when the stress of Jesus will be released, യേശുവിന്റെ ഞെരുക്കം എപ്പോൾ സ്വതന്ത്രപ്പെടുന്നോ, when it is finished. അത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ്. Hallelujah. ഹല്ലേലൂയ. Listen. I വളരെ want ശ്രദ്ധയോടെ you to കേൾക്കണം. get into this. അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇത് Jesus says, യേശു പറയുകയാണ്, I am distressed. ഞാൻ ഞെരുക്കത്തിലാണ്. Until when? എപ്പോൾ വരെ? Read that verse. Luke chapter 12 verses 15. I have a baptism with which to be baptized. What stress I am undergo until it completed. അത് നിവർത്തിയാകുന്നത് വരെ ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കം. So when Jesus will be released from the stress, യേശു ആ ഞെരുക്കത്തിൽ നിന്ന് സ്വതന്ത്രപ്പെട്ട് കഴിഞ്ഞപ്പോൾ, when it is finished, അത് പൂർത്തിയായ എന്നുള്ള സമയത്ത് മാത്രമാണ്. then Jesus is released from the stress. യേശു അത് കഴിയുമ്പോഴേക്കും ആ സ്ട്രെസ്സിൽ നിന്ന്, ആ സമ്മർദ്ദത്തിൽ നിന്ന് വിട്ടുപോകും. When John is writing this, യോഹന്നാൻ ഇത് എഴുതുമ്പോൾ, when Luke is writing this, ലൂക്ക ഇത് എഴുതുമ്പോൾ, Jesus was under stress. യേശു ആ സമ്മർദ്ദത്തിലായിരുന്നു. But today when you are hearing this, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ, Jesus is no longer under stress. യേശു ആ ഞെരുക്കത്തിൽ ഇപ്പോഴുമല്ല. There Jesus said at the cross, അവിടെ യേശു കുരിശിൽ ഒരു കാര്യം പറഞ്ഞു, Tetelestai. തെറ്റലസ്റ്റായ്. Say it again and again. വീണ്ടും ആ വാക്ക് പറയണം നിങ്ങൾ. Tetelestai. തെറ്റലസ്റ്റായ്. Read that verse again. 12:15 of Luke. ലൂക്കിന്റെ സുവിശേഷം 12-ാം അധ്യായം 9-ാമത്തെ. Until it completed. അത് നിവർത്തിയാകുന്നത് വരെ. Then Jesus said this on the cross. എന്നിട്ട് യേശു കുരിശിൽ ഇത് പറഞ്ഞു, It is completed. അത് നിവർത്തി ആയിരിക്കുന്നു. Telestai ടെലസ്തേ became tetelestai. ടെറ്റലസ്റ്റായി ആയി മാറി. Say it again. ടെലസ്തേ ആയിരുന്നത് ടെറ്റലസ്റ്റായി ആയി മാറി. On the cross. കുരിശിൽ മാറി. Today, ഇന്ന് when
when you are hearing this, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ it is no longer telestai. അത് ടെലസ്റ്റൈൽ അല്ല ആയിരിക്കുന്നത്, It is in the tetelestai. അത് ടെറ്റലസ്റ്റൈലാണ് ആയിരിക്കുന്നത്. Say tetelestai. പറയാ ടെറ്റലസ്റ്റൈ. At least when you are hearing this message from the tetelestai sender, you have to say the word tetelestai. നിങ്ങൾ ടെറ്റലസ്റ്റൈ സെന്ററിൽ നിന്ന് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ ടെറ്റലസ്റ്റൈ എന്ന ഈ വാക്ക് പറയണം. Say tetelestai. ടെറ്റലസ്റ്റൈ. Say tetelestai. വീണ്ടും പറയാ ടെറ്റലസ്റ്റൈ. Say it, brother, tetelestai. ടെറ്റലസ്റ്റൈ. This word will release you from the stress. ഈ നിങ്ങളെ ഞെരുക്കങ്ങളിൽ നിന്ന് ഈ വാക്ക് നിങ്ങളെ സ്വതന്ത്രരാക്കും. Telestai ടെലസ്തേ became tetelestai. ടെറ്റലസ്റ്റൈ ആയി മാറി. All of you say it, say it, say it. എല്ലാവരും പറയട്ടെ ടെറ്റലസ്റ്റൈ. Telestai ടെലസ്തേ became tetelestai. ടെറ്റലസ്റ്റൈ ആയി മാറി. Everybody. എല്ലാവരും പറയട്ടെ ടെലസ്തേ. ടെലസ്തേ Became became tetelestai. ടെറ്റലസ്റ്റൈ. Say it louder. Telestai ടെലസ്തേ became became tetelestai. ടെറ്റലസ്റ്റൈ. Hallelujah. ഹല്ലേലൂയ. TELESTHE. 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 Telestai. TELESTHE. Telestai. ടെലസ്തേ. This is derived from the word teleo. ടെലിയോ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. We have been preached in this. Teleo, tetelestai. ടെലിയോ ടെറ്റലസ്റ്റൈ ഞങ്ങൾ ഇതിനു മുന്നേ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. Now we are in telestai. നമ്മളിപ്പോൾ ടെലസ്തയിലാണ്. Jesus says, until it telestai, ഞാനിത് ടെലസ്തേ ആവുന്നത് വരെ, until it accomplish, ഞാനിത് എന്നിൽ ഇത് പൂർത്തിയാവുന്നത് വരെ I am distressed. ഞാൻ ഞെരുക്കത്തിലാണ്. When it is accomplished, ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ I am released. ഞാൻ സ്വതന്ത്രനാവും. When I was checking the meaning of it, ഞാൻ ഇതിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ the word telestai ടെലസ്തേ എന്ന വാക്ക് is mainly used for labor pain. പ്രസവ വേദനയ്ക്കകത്താണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. Mainly is talking about the labor pain. വളരെ പ്രധാനമായിട്ടും കൂടുതലായിട്ടും പ്രസവ വേദനയ്ക്കകത്താണ് ടെലസ്തേ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. Okay, when women having this labor pain, ഒരു സ്ത്രീ പ്രസവ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ okay, she will say, oh, when she is in a curiosity, അവൾ വളരെ ആകാംക്ഷയിലാണ്. when this will finish, എപ്പോഴാണ് ഇതൊന്ന് കഴിയുന്നേ, when I will see my baby, എപ്പോഴാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ സാധിക്കുക, when I will hold my baby. എന്റെ കുഞ്ഞിനെ എപ്പോഴാണ് എനിക്ക് എടുക്കാൻ സാധിക്കുക. So what is she waiting for? എന്തിനു വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത്? This baby has to come out. ഈ ശിശു ഉദരത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി It has to come out. അത് പുറത്തു വരിക വേണം. So that process, it says, until this come out, I am not okay. ആ പ്രക്രിയ എന്ന് പറയുന്നത് ഇത് പുറത്തു വരുന്നത് വരെ ഞാൻ ശരിയായിട്ടല്ല ആയിരിക്കുന്നത്. Oh, I'm unable to stand. എനിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. I'm unable to sit. എനിക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. You know the pregnant lady, right? Hallelujah. ഹല്ലേലൂയ. She is struggling. അവർ വളരെ കഷ്ടപ്പാടിലാണ് She പൊക്കോണ്ടിരിക്കുന്നത്. says, oh, my leg is paining. അവൾ പറയാണ് എന്റെ കാലിൽ എന്തൊരു വേദനയാ, Oh, I can't sit. എനിക്ക് ഇരിക്കാൻ I സാധിക്കുന്നില്ല, can't sleep one side. എനിക്ക് ഒരു സൈഡിലോട്ട് കിടക്കാൻ സാധിക്കത്തില്ല, I can't walk. എനിക്ക് നടക്കാൻ പോലും സാധിക്കത്തില്ല. Wow, what is this? എന്താണൊരു വേദനയാണിത്, What I am going through? ഞാൻ ഈ കടന്നു പോകുന്ന വേദന. This pain process, the process she go through is called telestai. അവൾ ഈ അനുഭവിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേദനയാണ് ടെലസ്തേ എന്ന് വാക്കുകൊണ്ട് പറയുന്നത്. Her only prayer is, അവളുടെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, when it will finish. ഇത് എപ്പോഴാണ് കഴിയുന്നത്, When it will finish. ഇത് എപ്പോഴാണ് തീരുന്നത്, When it will finish. ഇത് എപ്പോഴാണ് തീരുന്നത്. This pain we are seeing where? In the garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിൽ ഇങ്ങനൊരു വേദന നമ്മൾ കാണുന്നുണ്ട്. That's a labor pain. അതൊരു പ്രസവ വേദനയായിരുന്നു, Telestai. ടെലസ്തയുടെ വേദനയായിരുന്നു. Telestai we are seeing there in the garden of Gethsemane. ഗെത്സമനെ തോട്ടത്തിൽ ടെലസ്തയാണ് നമ്മൾ കാണുന്നത്. He was sweating blood there. അവൻ അവന്റെ രക്തത്തുള്ളികൾ വിയർപ്പായി പുറത്തു വന്നപ്പോൾ, Hallelujah. ഹല്ലേലൂയ, You can imagine the pain. നിങ്ങൾക്ക് ആ വേദനയെ സങ്കല്പിക്കാൻ The സാധിക്കുമോ? stress Jesus is going through. യേശു കടന്നുപോയ സമ്മർദ്ദം ഏതാന്നുള്ളത്, Until it finished. അത് പൂർത്തിയാകുന്നത് വരെയുള്ള സമ്മർദ്ദം. The stress is until it finished. ആ സമ്മർദ്ദം ഞെരുക്കം പൂർത്തിയാകുന്നത് The വരെയുള്ളത്, stress is until it finished. പൂർത്തിയാകുന്നത് വരെയുള്ള ഞെരുക്കം. Now we can say the stress is until you believe in tetelestai. നിങ്ങൾ ടെറ്റലസ്റ്റായി എന്ന പൂർത്തീകരണ വാക്കിൽ വിശ്വസിക്കുന്ന
സമ്മർദ്ദം. ആ സമയം വരെ ഉള്ളു സമ്മർദ്ദം. ആ സമ്മർദ്ദം ആ സമയം വരെ ഉള്ളൂ. അതായത് പറയുന്നേ, വിശ്വസിക്കുന്ന സമയം വരെ ഉള്ളൂ സമ്മർദ്ദം. your stress is until you believe in the word tetelestai. ടെറ്റലസ്സ എന്ന വാക്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ ഉള്ളൂ ആ സമ്മർദ്ദം. Jesus' stress was until Jesus said the word tetelestai. ടെറ്റലസ്സ എന്ന വാക്ക് യേശു പ്രഖ്യാപിക്കുന്നത് വരെ യേശു ആ സമ്മർദ്ദത്തിലായിരുന്നു. When Jesus said tetelestai, യേശു പൂർത്തിയായെന്ന് പറഞ്ഞപ്പോൾ Jesus relieved. യേശു സ്വതന്ത്രനായി. Today, ഇന്ന് when you are hearing this, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ the concept of tetelestai, ടെറ്റലസ്സായുടെ ആശയം എന്ന് പറയുന്നത്, the message of tetelestai, ടെറ്റലസ്സ എന്ന വാക്കിന്റെ സന്ദേശം എന്ന് പറയുന്നത്, you receive it in full sense, മുഴുവനായി നിങ്ങൾ ഇത് സ്വീകരിക്കുമ്പോൾ, full meaning, മുഴുവൻ അർത്ഥത്തോടെ ഇത് സ്വീകരിക്കുമ്പോൾ, there you are a new creation. അവിടെ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി പുതുക്കപ്പെടുകയാണ്. You are out of the stress. നിങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് പുറകിലായി പോകും. You will be relieved from stress. നിങ്ങൾ സമ്മർദ്ദങ്ങളിൽ നിന്ന് പുറത്ത് സ്വതന്ത്രരാകും. Doesn't matter what you are going through. എന്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളൊരു വിഷയമല്ല. You are free. നിങ്ങൾ സ്വതന്ത്രരാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So Luke chapter 12 verses 50, Jesus says, I am distressed, I am rushed out until it finish. This is talking about the finished work of Jesus on the cross. When Jesus said, until it finish, I am stressed. Today when you are hearing me, that finished work of Jesus is giving a new meaning, a new perspective, a new concept to the word. Jesus said, I am stressed. You know what is the meaning now? When Jesus said it is until it finish, I am stressed. Today it is finished. So Jesus relieved from the stress, and he is relieving you from the stress. ഹല്ലേലൂയ. The moment you receive the tetelestai message, you are totally relieved and delivered from your stresses. ഹല്ലേലൂയ. ലൂക്കാസ് Lord, in their life, they are in the telestai. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവർ ടെലസ്തയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. Lead them to tetelestai. അവരെ ടെറ്റലസ്റ്റായിലേക്ക് നയിക്കണമേ. Anoint them, baptize them with the fire. അവരെ അഗ്നിയാൽ അഭിഷേകം ചെയ്യണേ, സ്നാനപ്പെടുത്തണമേ. Let every chain be broken, എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോവട്ടെ. burnt off, എല്ലാം കത്തിച്ചലിക്കട്ടെ, കത്തിയെരിയട്ടെ. കത്തി നശിക്കട്ടെ. Every chain be burnt off. എല്ലാ ചങ്ങലകളും കത്തി നശിക്കട്ടെ. Tetelestai. ടെറ്റലസ്റ്റായി.